ശവശരീരത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന, ലൈക്ക് നമ്മൾ പറയുന്ന ഹോസ്പിറ്റലുകളിലും മറ്റു പഠിക്കാനേറ്റ ആവശ്യങ്ങൾക്ക് വേണ്ടി ശവശരീരങ്ങൾ ഈ ചാരിറ്റി സംഘടനകളുടെ സാമൂഹിക പ്രവർത്തകന്മാരെന്ന് പറഞ്ഞ് അടിച്ചു കിടക്കുന്ന ആളുകൾ ഈ ബോഡികൾ എടുത്ത് ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് വാങ്ങിക്കുന്ന പല പല ആശുപത്രികളിൽ മറ്റേ ഈ മെഡിക്കൽ പഠന കാര്യത്തിനും മറ്റാവശ്യങ്ങൾക്കാണ്. പരിശുദ്ധ ഈ ഖുറാനിലായ പോലും അതിനകത്ത് ഈ അവയവദാനത്തിനെയൊക്കെ വളരെ എതിർക്കുന്നുണ്ട്. അവർക്കതൊരു നിഷിദ്ധമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അവയവദാനം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതേ മുസ്ലിം രാഷ്ട്രത്തായ ഇപ്പം അവിടെ തന്നെയാണ് ഈ വികാരി അച്ഛൻ പോയിട്ട് സെറ്റിൽ ചെയ്ത് കോടികളാണ് തട്ടുന്നത്, അതിൻ്റെ മറവിൽ തട്ടുന്നത്. അപ്പോൾ ഈ നഴ്സുമാരെ ചെന്ന് കഴിഞ്ഞാൽ, ജോലിയുടെ കാര്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വികാരി അച്ഛൻ അവരിൽ നിന്ന് സമ്മതപത്രം നിർബന്ധപൂർവ്വം ഒപ്പിട്ട് വാങ്ങിക്കുന്നു. നമുക്ക് ഇന്ത്യൻ എംബസി ഉണ്ട്, ഇവിടുത്തെ കോൺസുലേറ്റുകളുണ്ട്. അപ്പോൾ അവർ ജോലിക്കുള്ള ഗ്യാരണ്ടിയോ മറ്റ് പേപ്പറുകളോ ചെയ്യുന്നതിന് സമ്മതിക്കാം. പക്ഷേ മരണം കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവയവം ഞാൻ ദാനം ചെയ്യാനുള്ള നിർബന്ധപൂർവ്വ സമ്മതപത്രം, അതിന് വലിയൊരു ക്യാമ്പയിനാണ് അവിടെ നടന്നത്. നമസ്കാരം. കർമാന്യൂസിന്റെ പ്രേക്ഷകർക്ക് പരിചിതമായ അതേ മുഖം ശ്രീ ദുർഗാദാസ് ശിശുപാലൻ, അദ്ദേഹത്തെയാണ് ഇപ്പോൾ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ വിവാദമായി അടുത്ത ദിവസങ്ങളിൽ വളരെയധികം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ശ്രീ ദുർഗാദാസ് ശിശുപാലൻ ഇപ്പോൾ നമുക്ക് വേണ്ടി, കർമാന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാനായി എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവയവക്കടത്ത്, അതിന് ഒരു മലയാളി ഡോക്ടർ കൂട്ടു നിൽക്കുന്നു, മലയാളികൾ അതിൽ ഭാഗഭാക്കാകുന്നു, അങ്ങനെ ഒരു റാക്കറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അക്കൂട്ടത്തിൽ ഒരു വികാരി അച്ഛൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ നമ്മൾ വാർത്തകളിലൂടെ കേട്ടിരുന്നു. ആ വിഷയമാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ ദുർഗാദാസ് ശിശുപാലൻ, നമുക്കറിയാം, മതമേലധ്യക്ഷന്മാർ, ആത്മീയ ആചാര്യന്മാർ, സന്യാസി വര്യന്മാർ, വികാരി അച്ഛന്മാർ, ഇങ്ങനെ ഏത് മതത്തിൽപ്പെട്ടവർക്കായാലും അതിൻ്റെ ആചാര്യന്മാർക്കൊരു സ്ഥാനം നമ്മുടെ സമൂഹം പലപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമ്മളൊരു കള്ളത്തരത്തിൻ്റെ കണ്ണുകൾ കൊണ്ടോ ഒന്നും കാണാറില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ ഗൗരവം നിറഞ്ഞ ഒരു വിഷയമാണ് ഈ അവയവ റാക്കറ്റ്. അത് മലയാളികൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അവിടെ ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു, ഒരു വികാരി അച്ഛൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ശരിക്കും ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ വികാരി അച്ഛൻ എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇവരെ മറയാക്കി ഇങ്ങനൊരു അവയവ കച്ചവടം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഗൂഢത എന്താണ്, ആ തന്ത്രം എന്താണ്? ഇത് പ്രധാനമായിട്ട് അവയവദാനം അല്ലെങ്കിൽ അവർക്കൊരു ചാരിറ്റി ആയിട്ട് നമുക്ക് അവർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ അവർക്ക് ചെയ്യാം. ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ മലയാളികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മലയാളികൾ അവയവത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നങ്ങൾ, സാഹചര്യം നമുക്ക് പാവപ്പെട്ട വളരെ സാധുക്കളായിട്ടുള്ള ഇവിടെ ബുദ്ധിമുട്ടുന്ന അവർക്കൊരു അവയവത്തിൻ്റെ ഒരു കിട്ടിയെങ്കിൽ അവർക്ക് അല്പം കൂടി അവർ കുറച്ച് നാളും കൂടെ ജീവിച്ചു പോവാം. അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിലുള്ള പഠന റിപ്പോർട്ടുകളും പറയുന്നത് ഈ ചികിത്സയ്ക്ക് പോലും നമുക്ക് ചികിത്സാ ചെലവുകൾ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പാവപ്പെട്ടവർ നമുക്കിവിടെ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മഹാരാജാവിൻ്റെ കാലം തൊട്ടേ സർക്കാരിൻ്റെ, അതായത് രാജാവിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെ പണം ചിലവാക്കി ആശുപത്രികളും മറ്റ് സമ്പ്രദായം വന്നത്. അല്ലാതെ ഇപ്പോഴുള്ള കേരളം ഭരിക്കുന്നവർ കൊണ്ടുവന്ന ഇതല്ല. പണ്ടേ നമ്മളുള്ള വിദ്യാഭ്യാസത്തിനും ആരോഗ്യം, അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് ഇവർ പ്രത്യേകിച്ച് നമ്മൾ വികാരി എന്ന് പറയുമ്പോൾ നമുക്കതൊരു അവരെ കാണുന്ന അത്രയും നമ്മളൊരു ബഹുമാനത്തോടു കൂടിയാണ്. അത്തരം ബഹുമാനത്തോടു കൂടി കാണുന്ന ചില കവിത മാഡം പറഞ്ഞതുപോലുള്ള അത്തരം ആളുകൾ, സന്യാസിവര്യന്മാരായാലും അല്ലെങ്കിൽ ഇപ്പോൾ വികാരി അച്ഛൻ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് അദ്ദേഹം മാറി അവിടെ പോയി സെറ്റിൽ ചെയ്തുകൊണ്ട് ഒരു ഗിന്നസ് റെക്കോർഡ് നേടാനുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു? അതിൻ്റെ പിന്നിൽ ഇത് എന്താണ്? അവിടെ അത് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഏതാണ്ട് ഗൾഫ് നാടുകളിൽ ഞാൻ എക്സ്പീരിയൻസിൽ കൊണ്ട് പറയുകയാണ്. സാമൂഹ്യ പ്രവർത്തനത്തിന് ഗൾഫ് നാടുകളിൽ നിന്ന് പല പ്രവർത്തനത്തിനും അറിയാമല്ലോ, അവാർഡ് പലതും നമുക്ക് സാമൂഹ്യ പ്രവർത്തനത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഞാൻ ഇതിൽ കാണുന്ന പ്രത്യേകത, ചില ഒരു ഗൂഢസംഘങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് ചാരിറ്റി എന്ന രീതിയിൽ വരുന്നുണ്ട്. ഞാൻ എൻ്റെ തുടക്കകാലത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ നമ്മുടെ മരിച്ച ഡെഡ് ബോഡികൾ, ശവശരീരങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഒരു മത്സരമാണ്. കുറേ സാമൂഹ്യ പ്രവർത്തകന്മാർ ശവശരീരം നാട്ടിലെത്തിക്കാനായിട്ടുള്ള ഒരു മത്സരം. അപ്പോൾ അതിൽ അന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ
പല ശരീരങ്ങളും നമ്മളിവിടെ നാട്ടിൽ അത് സ്വീകരിക്കാനുള്ള ഒപ്പിട്ട് വാങ്ങിക്കാനുള്ള ആളുകൾ അങ്ങനെ ഒരു നിബന്ധനയൊന്നും എംബസിയുടെ ഭാഗത്തു നിന്നില്ല. പിന്നെ കേന്ദ്ര സർക്കാരുകൾ വന്നത് അവരൊരു നിബന്ധന വെച്ചു, ശവശരീരങ്ങൾ അവിടെ നിന്ന് കയറ്റി അയക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും അതാരാണ് ഒപ്പിട്ട് വാങ്ങിക്കുന്നത് അവരെ പറ്റിയുള്ള വിവരങ്ങളും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേപ്പർ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. കാര്യം നമുക്ക് പെട്ടെന്നൊരു ശവശരീരം നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇതിനൊരു നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ അത് അനാവശ്യമാണോ എന്നുള്ള ഒരു സംശയത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് വലിയൊരു ശവശരീരത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന ലൈക്ക് നമ്മൾ പറയുന്ന ഹോസ്പിറ്റലുകളിലും മറ്റു പഠിക്കാനേറ്റവും ആവശ്യങ്ങൾക്ക് വേണ്ടി ശവശരീരങ്ങൾ ഈ ചാരിറ്റി സംഘടനകളുടെ സാമൂഹിക പ്രവർത്തകന്മാരെന്ന് പറഞ്ഞ് അടിച്ചു കിടക്കുന്ന ആളുകൾ ഈ ബോഡികൾ എടുത്ത് ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് വാങ്ങിക്കുന്ന പല പല ആശുപത്രികളിൽ മറ്റേ ഈ മെഡിക്കൽ പഠന കാര്യത്തിനും മറ്റാവശ്യങ്ങൾക്കാണ്. ഇങ്ങനെ ഞാനിത് മനസ്സിലാക്കിയത് അത്തരം ആളുകളെ ഒരു മാറ്റി നിർത്തേണ്ട വലിയൊരു ആവശ്യമാണ്. യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തനം ഉള്ളവരെ പോലും തെറ്റിക്കുന്ന രീതിയിലാണ് കവിത ഇങ്ങനെയുള്ള പ്രവർത്തകർ. അതിനിടയിലാണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ അവയവദാനത്തിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കർമാന്യൂസിൽ തന്നെ കണ്ടിരുന്നു. അത് നേരത്തെ തന്നെ ഞാൻ പലവട്ടം പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്. പക്ഷെ അന്നൊന്നും അതൊരു പ്രാധാന്യം ഉണ്ടായില്ല. മാത്രമല്ല എന്നെ ഒരു അറ്റാക്ക് ചെയ്ത് എന്നെ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ഞാൻ ഖത്തറിലാണ് നിന്നിരുന്നത്, ഖത്തറിൽ നിന്ന് പോലും എന്നെ അവിടെ നിന്ന് എൻ്റെ പ്രസൻസ് അവിടെ പാടില്ല എന്നുള്ള ഒരു ഈ ഗൂഢസംഘത്തിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അറ്റാക്ക് നടന്ന ഒരാളാണ് ഞാൻ. എന്നെ ഗൾഫ് നാടുകളിൽ അവർ നിർത്തരുത് എന്നുള്ള ഒരു അപ്പം ഞാൻ കരുതി ഒരു സാമൂഹിക മലയാളികൾ പ്രത്യേകിച്ച് മലയാളികളും ഒരു സമുദായത്തിൻ്റെ പ്രത്യേക ഒരു തീവ്രവാദങ്ങൾക്ക് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സമുദായമാണ് അതിൻ്റെ പിന്നിൽ കളിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ പരിശുദ്ധ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളായാലും അവർ പറഞ്ഞത് പരിശുദ്ധ ഈ ഖുറാനിലായാൽ പോലും അതിനകത്ത് ഈ അവയവദാനത്തിനെയൊക്കെ വളരെ എതിർക്കുന്നുണ്ട്. അവർക്കതൊരു നിഷിദ്ധമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അവയവദാനം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതേ മുസ്ലിം രാഷ്ട്രത്തായ ഇപ്പം അവിടെ തന്നെയാണ് ഈ വികാരി അച്ഛൻ പോയിട്ട് സെറ്റിൽ ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ 2-3 പേരുണ്ട് അതിൻ്റെ പൈസ ഡീല് ചെയ്യുന്ന കാര്യങ്ങൾ. ഇവർ പിന്നിൽ നിർബന്ധമായിട്ട് നമ്മളെ പാവപ്പെട്ട നഴ്സുമാരെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, കരുവാക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ നഴ്സിംഗ് സംഘടനകളുടെ നഴ്സുമാരുടെ കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞപ്പോൾ വ്യാജ ഒരു ഉണ്ടക്കണ്ണൻ നഴ്സിംഗ് സംഘടനയുടെ, അതായത് നമുക്ക് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഒരു വാർത്തയിൽ അദ്ദേഹം ലൈവിൽ പറഞ്ഞതാണ്, ഈ ഉണ്ടക്കണ്ണനെ വളരെ ശ്രദ്ധിക്കുക, അവനൊരു നഴ്സുമാരെ രക്ഷിക്കുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കോടികളാണ് അതിൻ്റെ മറവിൽ തട്ടുന്നത്. അപ്പോൾ ഈ നഴ്സുമാരെ ചെന്ന് കഴിഞ്ഞാൽ, ജോലിയുടെ കാര്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വികാരി അച്ഛൻ അവരിൽ നിന്ന് സമ്മതപത്രം നിർബന്ധപൂർവ്വം ഒപ്പിട്ട് വാങ്ങിക്കുന്നു. അതെന്തിനാ? അത് ജോലി ചെയ്തു കൊള്ളാന്നുള്ള സമ്മതപത്രമല്ല, എനിക്ക് മരണം സംഭവിച്ചാൽ എൻ്റെ അവയവം ദാനം ചെയ്തു കൊള്ളാം. അപ്പോൾ അങ്ങനെ ഒരു ഒപ്പ് വാങ്ങിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് ഇന്ത്യൻ എംബസി ഉണ്ട്, ഇവിടുത്തെ കോൺസുലേറ്റുകളുണ്ട്. അപ്പോൾ അവർ ജോലിക്കുള്ള ഗ്യാരണ്ടിയോ മറ്റ് പേപ്പറുകളോ ചെയ്യുന്നതിന് സമ്മതിക്കാം. പക്ഷേ മരണം കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവയവം ഞാൻ ദാനം ചെയ്യാനുള്ള നിർബന്ധപൂർവ്വ സമ്മതപത്രം, അതിന് വലിയൊരു ക്യാമ്പയിനാണ് അവിടെ നടന്നത്. അത് ഇവിടുത്തെ പിണറായി വിജയനായാലും മുഖ്യമന്ത്രി ആയാലും ഉല്ലാസയാത്രയ്ക്ക് ഈ ദുബായിൽ നിരവധി തവണ പോകുന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾ പ്രവാസി സമൂഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇടപെടാറില്ല. കേൾക്കുന്നു കളയുന്നു. അദ്ദേഹം ഉല്ലാസയാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയത് ദുബായ് മുസ്ലിം രാഷ്ട്രങ്ങളിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ദുബായിലാണ്. അറിയാലോ, എസ്എൻസിയുടെ നമ്മുടെ വേറെ വ്യക്തികളൊക്കെ പണ്ടുണ്ടായിരുന്നു. SNC ലാവലിൻ്റെ ഒരു കമ്പനിയിലെ ആൾ അവിടെ ഉണ്ട്, അയാളായിരുന്നു ബിനാമി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ ഈ മുഖ്യമന്ത്രി പോലും നിസ്സാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ളവരാണ് ഇവരുടെ അവയവദാനത്തിൻ്റെ ലിസ്റ്റിനകത്ത്. ഏതാണ്ട് അയാൾ റെക്കോർഡ് തരത്തിലാണ്, ഗിന്നസ് റെക്കോർഡ് നേടുന്ന തരത്തിലാണ് അവിടെ ഒരു ഇത് നടത്തിയത്. ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതിന്റെ ഉള്ളിലെ ഗൂഢതന്ത്രങ്ങൾ അറിയാഞ്ഞിട്ടാണ് എന്നങ്ങ് കരുതുന്നുണ്ടോ? അല്ല, അയാൾക്ക് വെറുതെ അങ്ങനെ ആയിരിക്കാൻ വഴിയില്ലല്ലോ. അല്ല, അങ്ങനെ കരുവാക്കണമെങ്കിൽ അങ്ങനെ ഗൂഢതന്ത്രം ഒരു അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ റോഡ് അപകടത്തിൽ അദ്ദേഹം മരിച്ചു. കാര്യം നമുക്ക് ഈ ഇടയ്ക്ക് ഒരു അച്ഛൻ വളരെ പെട്ടെന്ന് അമേരിക്കയിൽ കാർ ആക്സിഡന്റിൽ മരിച്ചല്ലോ. അപ്പം
ഈ ഗുണതന്ത്രം അദ്ദേഹം മനസ്സിലാക്കിയില്ലെങ്കിൽ ഉടൻ തന്നെ ഒരു റോഡപകടം ഉണ്ടായേക്കാം. പാവം ഈ വികാരി അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അടക്കേണ്ടി വരും. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലെയുള്ള ഒരുപാട് ഗൗരവം നിറഞ്ഞ കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതായത് നഴ്സുമാരെ കരുവാക്കുന്നു. നഴ്സുമാരെന്ന് പറയുമ്പോൾ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരിൽ നിന്ന് അവയവം ദാനത്തിന് വേണ്ടി കമ്പൽസറി ആയിട്ട് അവരിൽ നിന്നൊരു സമ്മതപത്രം വാങ്ങിക്കുന്നു. പിന്നീട് ചാരിറ്റിയുടെ മറവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവയവദാനം നിഷിദ്ധമായ ഒരു സമുദായം, ഒരു സമൂഹം, ഒരു അറബ് രാഷ്ട്രത്തിൽ തന്നെ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്തായാലും ഇപ്പോൾ ഈ വികാരി അച്ഛനിൽ ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വികാരി അച്ഛനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾക്ക്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതിൽ നേരിട്ട് ഇടപെടാവുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഈ കാര്യം എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്ന് കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.